മലങ്കര സഭയിലെ വിദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് എന്താ കൊമ്പുണ്ടോ? അവർ സെമിനാരിയിൽ പഠിക്കണ്ടേ? അതോ ഇതൊക്കെ പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ പോയില്ലേ? പറയാൻ കാര്യം പ്രേക്ഷകരെ ഒരു വീഡിയോ കാണിക്കാം. മാതാവ് വിശുദ്ധന്മാരെന്നിവർ പ്രാർത്ഥനയാ സ്വർഗപിതാവേ ഏകസുത വചനമതാം രാജാധീശാനേ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിത കാരുണ്യത്താൽ മാർത്യന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതു രക്ഷയുമേകാനാഗതരാ വിമലത ശുചിയ ഇവയുള്ള മഹിമാനിയനും ദൈവജനത്രേ കന്യകയാ മറിയാമീനും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിദേശത്തുള്ള, അതായത് അമേരിക്കൻ ഭദ്രാസനത്തിലെ ഹൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ ഈ കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച അല്ലെങ്കിൽ അറിയിപ്പിന്റെ ശനിയാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ചതാണ്. സഭയുടെ കാനോൻ നിയമം അനുസരിച്ചും വിശ്വാസം അനുസരിച്ചും പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും കാണിച്ചു തന്നിട്ടുള്ളതും കബറടക്കം ചെയ്ത അതേ ത്രോണോസിൽ ദുഃഖ ശനിയാഴ്ച വിശുദ്ധ കുർബാന ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ പ്രായമുള്ളവർക്കും സഭയുടെ ആരാധനയിൽ നിഷ്ഠയുള്ളവർക്കും മുഖമൊന്ന് ചുളിഞ്ഞേക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അറിവില്ലാത്തത് ചോദിച്ച് മനസ്സിലാക്കണം. ആ ഒരു മര്യാദയെങ്കിലും കാണിക്കണം. ഇതൊരു ഊഹാപോഹമല്ല, നടന്ന സംഭവമാണ്. വീഡിയോയിൽ കണ്ടതല്ലേ. സഭയുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? സഭയുടെ സിനഡിന്റെ അംഗീകാരത്തോടെ ഭാഗ്യസ്മരണാർഹനായ യൂഹാനോൻ മാർ സേവോറിയോസ് മെത്രാപ്പോലിത്ത തയ്യാറാക്കി MOC പബ്ലിക്കേഷൻസ് ഇറക്കിയ ശുശ്രൂഷ സംവിധാന സഹായി എന്ന പുസ്തകത്തിൽ ആരാധനാ ചട്ടങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാം. മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മറന്നു, ഇത് നടന്നത് അമേരിക്കയിലാണല്ലോ. അമേരിക്ക ഇംഗ്ലീഷുകാരുടെ രാജ്യമാണല്ലോ. തെറ്റ് എനിക്കാണ് പറ്റിയത്, സോറി. അല്ല, ഈ കുർബാന ചൊല്ലിയത് മലയാളത്തിലല്ലേ? അതും മലയാളികളായ വൈദികരല്ലേ? മാത്രമോ മലയാളികളായ വിശ്വാസികളും. അപ്പോൾ ഞാൻ പറഞ്ഞ സോറി തിരിച്ചെടുത്തിരിക്കുന്നു. സഭാപിതാക്കന്മാർ ഉൾപ്പെടെ ശുശ്രൂഷ സംവിധാന സഹായി അനുസരിച്ചാണ് ശുശ്രൂഷകൾ നടത്തി പോരുന്നത്. അപ്പോഴാണ് വിദേശത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അമ്മായിക്ക് അടുപ്പിലുമാകാം, മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടാ, അല്ലേ? അതുകൊണ്ട് സഭാ നേതൃത്വം വിദേശത്തുള്ളവർക്കായി ഒരു ശുശ്രൂഷ സംവിധാന സഹായി പ്രത്യേകം എഴുതി ഉണ്ടാക്കണം. അതിന്റെ ചുമതല ഈ കത്തീഡ്രലിലെ വികാരിക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ തെറ്റുവരില്ല. അതുമാത്രമോ, ഈ ഇടവകയിൽ 4 അച്ഛന്മാരുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. ഒരു വികാരിയും 3 അസിസ്റ്റന്റ് വികാരിമാരും. വികാരി ഫാദർ PM ചെറിയാനാണ് മലബാർ ഭദ്രാസനത്തിൽ നിന്നും കുടിയേറിയ പ്രഗത്ഭനായ വൈദികൻ. ഇദ്ദേഹം വടക്കുന്നേൽ ബാവയുടെ സെക്രട്ടറിയുമായിരുന്നു. അപ്പോൾ മോശമാകില്ലല്ലോ. അദ്ദേഹത്തെ തന്നെ ഈ പുതിയ ചട്ടങ്ങളൊക്കെ എഴുതാൻ ഏൽപ്പിച്ചാൽ ഭംഗിയാക്കി തരും, ഒരു സംശയവും വേണ്ട. പിന്നെ അസിസ്റ്റന്റ് വികാരി തുമ്പമൺ ഭദ്രാസനത്തിൽ നിന്നും കുടിയേറിയ ഫാദർ രാജേഷ് K. ജോൺ ആണ്. മറ്റൊരു അസിസ്റ്റന്റ് വികാരി ഹൂസ്റ്റണിൽ തന്നെ ജനിച്ചു വളർന്ന ഫാദർ ക്രിസ്റ്റഫർ മാത്യു ആണ്. ഇതെല്ലാം പോരാഞ്ഞ് തലമൂത്ത ഒരു വൈദികൻ കൂടിയുണ്ട്, സാക്ഷാൽ മാമൻ മാത്യു കോർ എപ്പിസ്കോപ്പ. ഇപ്പോൾ പൂർണ്ണമായില്ലേ? വളയത്തിലൂടെ ചാടിയാൽ പോരെ അച്ഛന്മാരെ, വളയമില്ലാതെ ചാടണം. ഇത് സഭാ നേതൃത്വം ഗൗരവമായി കാണണം. സെമിനാരിയിൽ നിന്നും ശുശ്രൂഷകൾ പഠിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ്? 4 അച്ഛന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നത്. 4 പേർക്കും ചട്ടങ്ങൾ അറിയില്ലേ? ആരാധനാ ചട്ടത്തെ വികലമാക്കിയത് പൊറുക്കാനാകാത്ത തെറ്റ് തന്നെയാണ്. തെറ്റ് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം. ആരെയും ആക്ഷേപിക്കാനോ മോശമാക്കാനോ പറയുന്നതല്ല. ഇനിയും നാളെ ഒരു പള്ളിയിലും ഇങ്ങനെ ഒന്ന് കേൾക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പറയുന്നതാ. അതുകൊണ്ട് ഞങ്ങളെ പൊങ്കാലയിടാൻ വരേണ്ട.